Hello everyone, it's me Faiz from AIMS Nagpur. So നമ്മൾ ലാസ്റ്റ് സെഷനില് വേവ്സിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു, ദെൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കണ്ടു, ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ y is equal to a sin kx minus omega t plus y അല്ലേ. നമ്മൾ ഒരു വേവിന്റെ ഇക്വേഷൻ കണ്ടു, y is equal to a sin kx minus omega t, y equal to a sin kx minus omega t, or y equal to a sin omega t minus kx, where a is amplitude, omega is angular frequency 2 pi by t or 2 pi nu, k is angular wave number, that is 2 pi by lambda. Okay, then wave number പറഞ്ഞു 1 by lambda, then wave speed പറഞ്ഞു omega by k, or wave speed we can also write lambda into frequency. അതെങ്ങനെ വരുന്നത്? lambda into frequency എങ്ങനെയാ വരുന്നത്? സിമ്പിൾ ആണ്. See omega, what is omega? 2 pi nu divided by 2 pi lambda. So 2 pi cancel. So wave speed we can also write frequency into wavelength. Frequency into wavelength is wave speed. Then we എന്ത് കണ്ടു? നമ്മൾ പിന്നെ പാർട്ടിക്കിൾ സ്പീഡ് കണ്ടു. എങ്ങനെ പാർട്ടിക്കിൾ സ്പീഡ് കണ്ടത്? നമ്മളെ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, a sin kx minus omega t, അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ വി എന്ത് കിട്ടി നമുക്ക്? വി ഗോട്ട് പാർട്ടിക്കിൾ വെലോസിറ്റി. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പാർട്ടിക്കിൾ ആക്സിലറേഷൻ കിട്ടി. ഇതിന്റെ റിലേഷനിലേക്ക് വന്നു എ പി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y അല്ലേ. ഇറ്റ്സ് ആക്ച്വലി SHML ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ്. ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പാർട്ടിക്കിൾ എന്താണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? SHM. ഓക്കെ, നമ്മൾ പിന്നെ സ്റ്റേഷനറി വേവ്സ് കണ്ടു. യെസ്. നമ്മൾ പിന്നെ എന്ത് കണ്ടു? യെസ്, ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി, ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് കണ്ടു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ടി അപ്പോൺ മ്യൂ, where t is ടെൻഷൻ, മ്യൂ is ലീനിയർ മാസ് ഡെൻസിറ്റി. പിന്നെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അഥവാ സൗണ്ട് വേവിന്റെ എന്ത് കണ്ടു? സ്പീഡ് കണ്ടു. റൂട്ട് ഓഫ് ബി അപ്പോൺ റോ, where b is ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം and റോ is മാസ് ഡെൻസിറ്റി. ഇനി ഒരു സോളിഡ് ബാർ ആണെങ്കിൽ റൂട്ട് ഓഫ് y upon rho, where y is Young's modulus of elasticity and rho is again mass density, that is mass divided by volume. So നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് കാണാനുണ്ട്. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ബേസിക്കലി നമ്മൾ ഇന്റർഫറൻസ് വരും, ഇന്റർഫറൻസ്, ദെൻ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ദെൻ അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് പോകും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കറക്റ്റ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ദെൻ വി വിൽ ഗോ ടു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, യെസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. ഓക്കെ, സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് സിമ്പിൾ ആണ്. നമ്മൾ സിംപിളി നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു പോകാം. സിംപിളി നമുക്ക് പറഞ്ഞു പോകാം. ഞാനൊരു പുതിയൊരു പേജ് എടുക്കുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, സോ സിംപിളി നോക്കിക്കോ. We have two traveling wave. We have two harmonic traveling wave. Okay, നമ്മൾ ഇതുവരെ സ്റ്റേഷനറി ട്രാവലിംഗ് വേവിനെ കുറിച്ച് നമ്മൾ ഇതുവരെ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ? പ്രോഗ്രസീവ് ട്രാവലിംഗ് വേവ്. ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിരുന്നു എന്ത്? ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിരുന്നു എന്ത്? y is equal to a sin kx minus omega t. y equal to a sin kx minus omega t അല്ലെ? നമുക്കറിയാലോ അത്. യെസ്. സോ നമ്മൾ ഇവിടെ എടുക്കുകയാണ് ബേസിക്കലി നമ്മൾ കൺസിഡർ two harmonic in the sense sine or cosine function termsൽ വരുന്നുണ്ട്. കൺസിഡർ ടു ഹാർമോണിക് ട്രാൻസ്വേഴ്സ് വേവ്. കൺസിഡർ ടു ഹാർമോണിക് ട്രാവലിംഗ് വേവ്. കൺസിഡർ ടു ഹാർമോണിക് ട്രാവലിംഗ് വേവ്സ് and both having same frequency അല്ലെ? രണ്ടിനും സെയിം ഫ്രീക്വൻസി ആണ് and same amplitude ആണ്, സെയിം frequency, same amplitude, but different initial phase. Amplitude same, frequency same, but different initial phase. Okay, സപ്പോസ് രണ്ട് വേവും പോസിറ്റീവ് x ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുക? എടുക്കുക. സോ നമ്മൾ ഒന്നാമത്തെ വേവിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. y1 is equal to ആംപ്ലിറ്റ്യൂഡ് ഞാൻ സ്മോൾ ലെറ്റർ എയിൽ എഴുതാണ് a sin kx മൈനസ് ഒമേഗ t. ഇതാണ് ഒന്നാമത്തെ വേവ് അല്ലെ? എനിക്കിവിടെ രണ്ട് വേവ് കൺസിഡർ ചെയ്യണം, രണ്ട് ട്രാവലിംഗ് വേവ് കൺസിഡർ ചെയ്യണം. ഈ രണ്ട് ട്രാവലിംഗ് വേവാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ
സൂപ്പർ പോസ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഇന്റർഫിയർ ചെയ്യാൻ പോകുന്നത്, ഇന്റർഫറൻസ് നടക്കാൻ പോകുന്ന രണ്ട് വേവ്സ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ. രണ്ടാമത്തെ വേവ് y2 ഈക്വൽ ടു എ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, എ സൈൻ കെ. സെയിം ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത്. സെയിം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ സെയിം വേവ് നമ്പർ, ആംഗുലാർ വേവ് നമ്പർ. സോ അഗെയിൻ kx മൈനസ് ഒമേഗ ടി, ബട്ട് ഡിഫറെന്റ് ഇനീഷ്യൽ ഫേസ്. കറക്റ്റ് അല്ലേ? സോ ഫൈ ഈസ് ദ ഫേസ് ഡിഫറൻസ്. ഹിയർ എ ഈസ് ആംപ്ലിറ്റ്യൂഡ്, കെ ഈസ് ആംഗുലാർ വേവ് നമ്പർ ആൻഡ് ഒമേഗ ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. രണ്ടിനും കെയും ഒമേഗയും എയും സെയിം ആണ് അല്ലേ? അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത് സെയിം ഫ്രീക്വൻസി, സെയിം ആംപ്ലിറ്റ്യൂഡ്, ഡിഫറെന്റ് ഇനീഷ്യൽ ഫേസ്. കറക്റ്റ് അല്ലേ? യെസ്. സോ ഈ രണ്ട് വേവും കൂടി എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ് ചെയ്യാൻ പോകണം. സോ ഈ രണ്ട് വേവും കൂടി സൂപ്പർ പോസ് ചെയ്യാൻ പോകണം അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. രണ്ട് വേവും കൂടി ഇന്റർഫറൻസ് സംഭവിക്കാൻ പോവാണ്. രണ്ട് വേവ്, സപ്പോസ് ഞാനൊരു പിക്ചോറിക്കലി പറയുകയാണെങ്കിൽ ഇതാണ് ഒന്നാമത്തെ വേവിന്റെ സോഴ്സ് എന്ന് വിചാരിച്ചോ, ഇതാണ് രണ്ടാമത്തെ വേവിന്റെ സോഴ്സ്. ഒന്നാമത്തെ വേവും രണ്ടാമത്തെ വേവും ട്രാവൽ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യാണ്? സൂപ്പർ പോസ് ചെയ്യാണ്. സോ സൂപ്പർ പോസ് ചെയ്യുമ്പോ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. The net displacement is given by. So ഈ കേസിൽ നമുക്ക് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് തരുന്നത് ആരാണ്? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗിവൺ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. സോ ഇവിടെയാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആവശ്യം വരുന്നത്, നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ. സോ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? സോ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് y, ക്യാപിറ്റൽ Y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2. രണ്ടിനെ ആഡ് ചെയ്യാം, വെക്ടർ അഡീഷൻ ആയിരിക്കും. സോ y ഈസ് ഈക്വൽ ടു എ, ഒന്നാമത്തെ y1 എന്തായിരുന്നു? എ സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഇല്ല, പ്ലസ് ഫൈവ് y2 ലാണ് അല്ലെ? kx മൈനസ് ഒമേഗ ടി പ്ലസ് രണ്ടാമത്തെ y2 എ സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. സിംപിളി. സോ ഇത് ട്രിഗ്നോമെട്രി വൈസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോ അത് നമുക്ക് എന്ത് കൊടുക്കാം? ഫേസർ ഡയഗ്രാം വെച്ച് എന്ത് ചെയ്യാം? സിംപിളി സോൾവ് ചെയ്യാം. സോ ഫേസർ ഡയഗ്രാം വെച്ച് പറയുമ്പോൾ ഞാൻ kx മൈനസ് ഒമേഗ ടി ആംഗിൾ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. kx മൈനസ് ഒമേഗ ടി ആംഗിൾ ഓക്കെ, റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നാമത്തെ y1 സപ്പോ അതേ ആംഗിൾ അല്ലേ? എ സൈൻ kx മൈനസ് ഒമേഗ ടി. സോ y1 എനിക്ക് ഇങ്ങനെ എടുത്തൂടെ? യെസ്. സോ ഇതാണ് നമ്മള് വെക്ടർ y1, ഒന്നാമത്തെ വേവിലെ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടാമത്തെ വേവ് നോക്ക്, ഫൈവ് ഡിഫറൻസിൽ. സോ സപ്പോസ് ഇതാണ് നമ്മളെ ഫൈവ് ഇനീഷ്യൽ ഫേസ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് എന്ത്? y അല്ല, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ y2. സോ നെറ്റ്. സോ ഇവിടെ നോക്ക്, സോ ഇതിന്റെ നമുക്ക് എന്ത് കിട്ടി? ജസ്റ്റ് വെക്ടർ അഡിഷൻ ആയില്ലേ? സോ ഇത് നെറ്റ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്, y. കറക്റ്റ് അല്ലേ? യെസ്. സോ y എന്താ വരിക? y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമ്മൾ പഠിച്ചല്ലേ, റൂട്ട് ഓഫ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് 2y1 y2 cos phi. ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ? നമ്മളിത് പഠിച്ചല്ലേ? യെസ്, പഠിച്ചതാണ്. നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. കറക്റ്റ് അല്ലേ? യെസ്. വെയിറ്റ്, ഇത് എങ്ങനെയാണ് വരിക അല്ലെ? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വൈസിലല്ലേ പറയുന്നത്? യെസ്. സോ ആംപ്ലിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടി വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കറക്റ്റ് അല്ലേ? സോ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ ഇവിടെ എന്ത് എടുക്കേണ്ടത്? നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. സോ y1 y2 അല്ല, ആംപ്ലിറ്റ്യൂഡ്. ഇതിന് ആംപ്ലിറ്റ്യൂഡ് a ആണ്, ഇതിന് ആംപ്ലിറ്റ്യൂഡ് a ആണ്. സോ റിസൾട്ടന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് സപ്പോസ് ഞാൻ എടുക്കാണ് a ഡാഷ്. കറക്റ്റ് അല്ലേ? അതിന് നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് പറയാൻ പറ്റും? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റും a ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos phi. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ. ഇനി സോ ഈ വേവിന്റെ റിസൾട്ടന്റ് ഇക്വേഷൻ എന്താ വരുന്നത്? വേവിന്റെ റിസൾട്ടന്റ് ഇക്വേഷൻ വരുന്നത്, നമ്മൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വേവിന്റെ റിസൾട്ടന്റ് കിട്ടുന്നത് എന്നറിയാവോ? y ഈസ് ഈക്വൽ ടു 2a സൈൻ 2a 2a cos phi by 2 into sin
kx minus omega t plus 5/2. ഇതാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് വേവിന്റെ രണ്ട് സം ചെയ്തപ്പോ കിട്ടുന്നത് 2a cos 5/2 sin kx minus omega t plus 5/2. ഓക്കെ, യെസ്. സോ ഇതിന്റെ ഈ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് ആക്ച്വലി എന്ത്? നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് എന്ത്? ഇത് 2a cos 5/2. സോ നമുക്ക് പറയാം അതായത് നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ എ ഡാഷിൽ എടുത്തിരിക്കുന്ന എ ഡാഷ് എടുക്കാം. നെറ്റ് ആംപ്ലിറ്റ്യൂഡ് എ ഡാഷ് എന്താണ് വരുന്നത്? 2a cos 5/2. നമ്മൾ ഫേസർ ഡയഗ്രാം വെച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ നമ്മൾ ജസ്റ്റ് കൊടുത്തു നോക്കടാ, ഇവിടെ ജസ്റ്റ് കൊടുത്തു റൂട്ട് ഓഫ് എന്ത് കിട്ടും? 2a square പ്ലസ് 2a square cos 5. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് പുറത്തെടുത്ത് ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്താ കിട്ടുന്നത്? എ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തിനെ കിട്ടും നമുക്ക്? 2a cos 5/2 തന്നെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇതിനെ സോൾവ് ചെയ്താൽ സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വേവിന്റെ ഇക്വേഷൻ വരുന്നത് 2a cos 5/2 sin kx minus omega t plus 5/2. സോ പുതിയ ഫോം ചെയ്ത വേവിന്റെ ഫേസ് ഡിഫറൻസ്, ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് 5/2 ആണ്. ആംപ്ലിറ്റ്യൂഡ് വരുന്നത് 2a cos 5/2. ഓക്കെ, ഈസി. യെസ്. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ പഠിക്കാം? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും പഠിക്കാം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ സിനാരിയോ എന്താണ്? ഒന്നാമത്തെ സിനാരിയോ നമ്മൾ ഇക്വേഷൻ വെച്ചാണ് കളിക്കുന്നത്. 2a cos 5/2 sin kx minus omega t plus 5/2. കറക്റ്റ് അല്ലേ? യെസ്. ഒന്നാമത്തെ സിനാരിയോ ഞാൻ എടുക്കുന്നത് when initial phase difference is 0, when phi is 0 means y1 equal to a sin kx minus omega t, y2 എന്ത് തന്നെ? a sin kx minus omega t. രണ്ട് y1 y2 തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇക്വേഷൻ എങ്ങനെയായി മാറും? when phi is equal to 0, I can write when phi is equal to 0, I can write y is equal to, resultant y is equal to 2a cos 0. cos 0 എന്താണ്? 1 sin kx minus omega t അല്ലേ? ഇങ്ങനെ മാറിയില്ലേ? സോ ഇവിടെ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായി മാറി? നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 2 അല്ലേ? പുതിയ ഫോം ചെയ്ത വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 2a. രണ്ടിലും ഫേസ് ഡിഫറൻസ് ഇല്ല, സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്. സോ 2a. ഇതല്ലേ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ അല്ലെ? ഇതിൽ നോക്ക്, എ ഡാഷിന്റെ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ എന്താണ്? ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ എന്താണ്? കോസ് സംതിങ് 1 ആവുമ്പോ that is 2a only. Yes. So 2a amplitude 2a കിട്ടി means maximum amplitude കിട്ടി. So maximum amplitude കിട്ടി, that is amplitude just ഇവിടെ ആഡ് ചെയ്തു അല്ലേ? So actually when phi is equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് എന്ത്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. സോ phi is equal to 0 കണ്ടീഷൻ എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഇനി എപ്പോഴാണ് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടുക? എപ്പോഴാണ് കിട്ടുക? അത് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മളെ വേവിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? കുഞ്ഞും അങ്ങോട്ട് മാറ്റുക. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് പഠിക്കണ്ടേ? ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് പഠിക്കേണ്ടത്. സോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പഠിക്കണം അല്ലേ? യെസ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് ഫേസ് ഡിഫറൻസ് എന്തായിരിക്കണം? പൈ ആയിരിക്കണം. വേവ്സ് ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേസ് അല്ലേ? പൈ മീൻസ് ഒരു വേവ് രണ്ട് വേവിനുള്ള ഫേസ് ഡിഫറൻസ് പൈ, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേസ് ആണ് പൈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടും y is equal to 2a cos pi/2, that is 0. 2a into 0, so completely 0. That is net y is equal to 0 എന്ന് കിട്ടി. That means wave has zero displacement everywhere at all time. Wave has zero displacement at every time, at all points, everywhere. Correct അല്ലേ? So ഇതാണ് ആക്ച്വലി എന്ത്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഈസി അല്ലേ? സൂപ്പർ പൊസിഷൻ വേവ്സ് കഴിഞ്ഞല്ലോ.
എല്ലാം ഞാൻ വളരെ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. സോ എൻസിആർടിയിലേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സി നോക്കിക്കോ, y1 + y2 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഇത് കിട്ടിയില്ലേ? ഇതല്ല ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2a cos 5/2 sin kx - ωt + 5/2. നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടു? കൺസ്ട്രക്റ്റീവും കണ്ടു, ഡിസ്ട്രക്റ്റീവും കണ്ടു അല്ലെ. കൺസ്ട്രക്റ്റീവ് എവിടെ? യെസ്, കൺസ്ട്രക്റ്റീവ് എപ്പോഴാവുന്നത്? യെസ്, കൺസ്ട്രക്റ്റീവ്. ഓക്കെ, ഇതിൽ അത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സ്റ്റിൽ കൺസ്ട്രക്റ്റീവ് വരുന്നത് ഫേസ് 0 ആവുമ്പോൾ, ഡിസ്ട്രക്റ്റീവ് വരുന്നത് ഫേസ് π ആവും അല്ലെ. യെസ്, ഫേസ് ആംഗിൾ 0, ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 2. ദാറ്റ് മീൻസ് കൺസ്ട്രക്റ്റീവ്. ഇനി ഫേസ് ഡിഫറൻസ് π ആണെങ്കിൽ the waves are completely out of phase and the resultant wave has 0 displacement. That means destructive interference. Okay. അടുത്ത നമുക്ക് കാണാനുള്ളത് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് ആണ്. അടുത്ത കാണാനുള്ളത് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാനുള്ളത് എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് ആണ്. എന്താണ് നോക്കാനുള്ളത്? അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. ഓക്കെ, നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം എന്താണ് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. യെസ്, ഇതിന് മുമ്പ് ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് എൻസിആർടിയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് എ വേവ് മീറ്റിംഗ് എ റിജിഡ് ബൗണ്ടറിയാണ് കാണാനുള്ളത് അല്ലേ. ഓക്കെ ഓക്കെ, നമ്മൾ ഒന്നാമത്തെ കണ്ടീഷനിലേക്ക് വരാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ at a rigid boundary. Reflection at a rigid boundary. Okay. See, റിജിഡ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ നോക്കിക്കോ, അതായത് ഇതാണ് സംഭവം കേട്ടോ. റിഫ്ലക്ഷൻ ഓഫ് എ പൾസ് മീൻസ് വേവ് ഓൺലി മീറ്റിംഗ് എ റിജിഡ് ബൗണ്ടറി. അതായത് ഇവിടെ നോക്ക്, വളരെ വ്യക്തമായിട്ട് പറ്റും. ഈ വേവ് കണ്ട, ഈ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്തു. ഈ വേവ് പോയി റിജിഡ് ബൗണ്ടറിയിൽ പോയിട്ട് എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചിങ്ങനെ വരുന്നത്. അതായത് ഇങ്ങനെ പോയ വേവ് ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നു. സോ ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താ? ഈ പോയ വേവും ഈ ഇങ്ങോട്ടേക്ക് വരുന്ന വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താ? സിമ്പിൾ അല്ലേ? ഫേസ് ഡിഫറൻസ് എന്താ? π അല്ലേ? ഫേസ് ഡിഫറൻസ് ആണ് π. സപ്പോസ് ഒന്നാമത്തെ വേവ് ഇങ്ങനെ പോയി, ഇനി രണ്ടാമത്തെ വേവ് ഇങ്ങനെ തന്നെയാണ് വന്നതെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്ക്, ഇവിടെ വേവ് ഇങ്ങനെ പോയി തിരിച്ചു വരുന്നു നോക്കണം, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ദാറ്റ് മീൻസ് ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താണ്? π. സോ റിഫ്ലക്ഷൻ അറ്റ് റിജിഡ് ബൗണ്ടറി മീൻസ് അതായത് ഒരു വേവ് ഒരു റിജിഡ് ബൗണ്ടറിയിൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോ അവർ തമ്മിലുള്ള ആ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് അല്ലെ. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് മീൻസ് പോയ വേവ്, ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഈസ് π. എന്താണ്? π അല്ലേ. സപ്പോസ് ഓക്കെ, ഫേസ് ഡിഫറൻസ് എന്താണ്? π ആണ്. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്ത്? സോ ഇൻസിഡന്റ് വേവ്, സപ്പോസ് ഈ ഇൻസിഡന്റ് വേവ് ഞാൻ എടുക്കുകയാണ് yi, ഇൻസിഡന്റ് വേവ് yi എടുക്കുകയാണ്. yi ഈസ് ഈക്വൽ ടു എടുക്കുകയാണ് ഞാൻ a sin kx - ωt. സോ റിഫ്ലക്റ്റഡ് വേവ് എന്തായിരിക്കും? സിമ്പിൾ, a sin kx, a sin പ്ലസ് അല്ലെ, a sin പ്ലസ് ωt എടുക്കണം. കാരണം എന്താണ്? സിമ്പിൾ ആണ്. നോക്ക്, ഈ വേവ് നോക്ക്, ഈ വേവ് പോകുന്നത്, ഈ വേവിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് x ആണ്, ഈ വേവിന്റെ ഡയറക്ഷനോ നെഗറ്റീവ് x. kx - ωt ആദ്യം എടുത്തോണ്ട് ഇവിടെ നമ്മൾ kx പ്ലസ് ωt എടുക്കണം. കറക്റ്റ് അല്ലേ? ഈസി അല്ലേ? kx പ്ലസ് ωt കറക്റ്റ് അല്ലേ? പ്ലസ് π അല്ലെ. ഫേസ് ഡിഫറൻസ് എന്തുണ്ട്? പയ്യും കാണും. ഓക്കെ, യെസ്, അത് തന്നെയല്ലേ എൻസിആർടിയിലും പറഞ്ഞിരിക്കുന്നത്. യെസ്, നോക്കിക്കോ, ഇതാണ് ഇൻസിഡന്റ് വേവ് എങ്കിൽ, അതായത് y ഈക്വൽ ടു a sin kx - ωt. റിഫ്ലക്റ്റഡ് വേവ് എന്തായിരിക്കും? a sin
നോ. എ സൈൻ കെ എക്സ് പ്ലസ് ആവണ്ടേ? കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഐ തിങ്ക് എ സൈൻ ക്ലിയർലി റിജിഡ് ബൗണ്ടറി. വെയിറ്റ് അങ്ങനെ ആവാൻ വകുപ്പില്ല. കാരണം നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ തിരിച്ചു വരുന്നത്. ഇതിൽ നോക്കിയാലോ, റിഫ്ലക്ഷൻ കണ്ട ഇതില് സമ്മറിയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എ ട്രാവലിംഗ് വേവ് അറ്റ് എ റിജിഡ് ബൗണ്ടറി ഓർ എ ക്ലോസ്ഡ് എൻഡ് is reflected with a phase reversal, but the reflection at an open boundary takes place without any. Okay, ഓപ്പൺ ബൗണ്ടറി റിജിഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടാവത്തില്ല. നമ്മൾ ഇപ്പം പഠിക്കുന്നത് റിജിഡ് ബൗണ്ടറി ആണല്ലോ. സോ റിജിഡ് ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ ഫേസ് റിവേഴ്സൽ ഉണ്ടാവും, പൈ ഡിഫറൻസ് ഉണ്ടാവും. സോ ഇൻസിഡന്റ് വേവ് എസ് എൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. സോ റിഫ്ലക്റ്റഡ് വേവ് അറ്റ് റിജിഡ് ബൗണ്ടറി ഈസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി. നമുക്ക് ആ പ്ലസ് പൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് കൊടുക്കാം അല്ലെ? ഈ ഇക്വേഷന് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈ എ മൈനസ് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്ന് എഴുതാം. ദിസ് വിൽ ബി ദ റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് ദിസ് വിൽ ബി ദ ഇൻസിഡന്റ് വേവ് വെൻ റിഫ്ലക്ഷൻ അറ്റ് റിജിഡ് ബൗണ്ടറി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് റിഫ്ലക്ഷൻ അറ്റ് an open boundary. Reflection at an open boundary. Open boundary means simple free boundary. ഒരു റിജിഡ് സപ്പോർട്ട് ഒന്നും ഇല്ല. ഓക്കെ, ഫ്രീ ബൗണ്ടറി ആണെങ്കിൽ സിമ്പിൾ ആണ്. ഫേസ് റിവേഴ്സൽ ഉണ്ടാവത്തില്ല. ഓ, ഇവിടെ നമ്മൾ ഇൻസിഡന്റ് വേവ് കൊടുക്കുകയാണ്. ഇൻസിഡന്റ് വേവ് ഞാൻ കൊടുത്തു എന്ത്? എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോ റിഫ്ലക്റ്റഡ് വേവ് എന്തായിരിക്കും? എ സൈൻ റിവേഴ്സ് ചേഞ്ച് ഇങ്ങോട്ടേക്കല്ല തിരിച്ചു വരുന്നതുകൊണ്ട് കെ എക്സ് പ്ലസ് ഒമേഗ ടി കാണും. കാരണം ഫേസ് ഡിഫറൻസ് ഒന്നും കാണത്തില്ല. ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഫ്രീ ബൗണ്ടറി ആയതുകൊണ്ട് ഇവിടെ ഫേസ് ഡിഫറൻസ് 0 ആയിരുന്നു. റിജിഡ് ബൗണ്ടറി ആയതുകൊണ്ട് ഫേസ് ഡിഫറൻസ് പൈ ആയിരുന്നു. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് എ ബേസിക് കോൺസെപ്റ്റ്. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഇതെന്താ ഈ മൈനസ് എന്താ ഇവിടെ പ്ലസ് ആയത്? മൈനസ് പ്ലസ് എക്സ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, പ്ലസ് മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് വരുന്നത് കൊണ്ട്. ഈസി. യെസ്. ഓക്കെ, യെസ്. നമ്മൾ എന്ത് കണ്ടു? റിഫ്ലക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. റിഫ്ലക്ഷൻ ഇവിടെ കൊടുത്ത തെറ്റാണ്. സമ്മറിയിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമ്മറിയിൽ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. റിഫ്ലക്ഷൻ അറ്റ് ഓപ്പൺ ബൗണ്ടറി നോക്ക്, എസ് എൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ്? വൈ ആർ ഈസ് ഈക്വൽ ടു റിജിഡ് ബൗണ്ടറിയിൽ വരുന്നത് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് പൈ. ഞാൻ ഈ പൈ നിങ്ങൾ പുറത്തെടുത്താൽ എനിക്ക് മൈനസ് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി എഴുതാം. അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ബൗണ്ടറിയിൽ ജസ്റ്റ് ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഓപ്പോസിറ്റ് ആവുന്നു. ഓക്കെ, അടുത്ത നമ്മൾ കാണാനുള്ളത് എന്താണ്? അടുത്ത നമ്മൾ നോക്കാനുള്ളത് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. സോ സൂപ്പർ പൊസിഷൻ കഴിഞ്ഞു, സിമ്പിൾ ആണ്. റിഫ്ലക്ഷൻ കഴിഞ്ഞു. അടുത്ത നമ്മൾ നോക്കാനുള്ളത് സ്റ്റാൻഡിങ് വേവ്സ് ആൻഡ് നോർമൽ മോഡ് അല്ലെ? നോർമൽ മോഡ്, നോഡ്, ആന്റിനോഡ്, സ്റ്റാൻഡിങ് വേവ്. ബേസിക്കലി നമ്മൾ എന്താണ് അടുത്ത് കാണാനുള്ളത്? സ്റ്റാൻഡിങ് വേവ്. സ്റ്റാൻഡിങ് വേവ് എന്ന് വെച്ചാൽ സംഭവം എന്താ അറിയോ? സിമ്പിളേ ഉള്ളൂ. രണ്ട് വേവ്, അതായത് ഒരു വേവ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നു, ഒരു വേവ് അങ്ങനെ, അതായത് മീൻസ് രണ്ട് വേവ് ഓപ്പോസിറ്റ് ആയിട്ട്, ഒരു വേവ് ഇങ്ങനെ വരുന്നു, ഒരു വേവ് ഇങ്ങനെ വരുന്നു. അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യാണ്? സൂപ്പർ പോസ് ചെയ്തിട്ട് സ്റ്റാൻഡിങ് വേവ് ആയി മാറി. സ്റ്റാൻഡിങ് വേവ് ആയി മാറി മീൻസ് അത് അവിടെ നിന്ന് മാറുന്നില്ല. അത് ഒരേ പോയിന്റിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സിംപ്ലി സ്റ്റാൻഡിങ് വേവ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, സോ എന്താണ് സ്റ്റാൻഡിങ് വേവ്? സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ പഠിക്കണം. സ്റ്റാൻഡിങ് വേവ് എന്താണ്? സ്റ്റാൻഡിങ് വേവ്. സോ എന്താണ്? രണ്ട് വേവ്, ഒരു വേവ് അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്, ഒരു വേവ് അങ്ങനെ ഇങ്ങോട്ട്. സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, എല്ലാം സെയിം ആണ്. സെയിം ആംപ്ലിറ്റ്യൂഡ് കൊഹറന്റ് മോണോക്രോമാറ്റിക് ആയിരിക്കണം. സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കുമല്ലോ. ഒന്നാമത്തെ വേവ് എടുക്കണം, അതായത്
അങ്ങനെ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേവ് y1 ഈസ് ഈക്വൽ ടു ഞാൻ എടുത്തു a sin kx മൈനസ് ഒമേഗ ടി. ഇനി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വേവ് y2 എടുക്കുകയാണ്, സെയിം ആംപ്ലിറ്റ്യൂഡ്. സോ a sin kx എന്തെടുക്കണം ഞാൻ പ്ലസ് ഒമേഗ ടി. ഇവര് തമ്മിൽ ഫേസ് ഡിഫറൻസും ഇല്ല. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് ഈസ് 0. ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് ഈസ് 0. സോ നമ്മൾ രണ്ട് വേവ് ഉണ്ട്. ഒരു വേവ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നു, ഒരു വേവ് മൈനസ് എക്സിലേക്ക് വരുന്നു. ഫേസ് ഡിഫറൻസ് ഇല്ല, 0, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത്. ഓക്കെ, സോ ഈ രണ്ട് വേവും കൂടി എന്ത് ചെയ്യാണ്, സൂപ്പർ പോസ് ചെയ്യാണ്. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഐ ക്യാൻ റൈറ്റ് y is equal to y1 plus y2. സോ ഇത് എഴുതിയാൽ എനിക്ക് എന്ത് എഴുതാം, y is equal to a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് a sin kx പ്ലസ് ഒമേഗ ടി. എനിക്ക് ഇനി അവിടെ ഒരു കാര്യം ചെയ്യാം. എന്ത് കാര്യം ചെയ്യാം, y is equal to a ഞാൻ കോമൺ ആക്കി എടുത്താൽ സൈൻ ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് സൈൻ ഓഫ് കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഓക്കെ, നമുക്ക് എന്തറിയാം, ട്രിഗണോമെട്രി പഠിച്ചു, സൈൻ സി പ്ലസ് സൈൻ ഡി ഈസ് ഈക്വൽ ടു 2a സൈൻ സി പ്ലസ് ഡി ബൈ 2, 2a സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 അല്ലേ? ഇങ്ങനെ നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നില്ലേ, എന്ത്, സൈൻ സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു സൈൻ സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു സൈൻ സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. കറക്റ്റ് അല്ലേ? സോ നമുക്ക് സിംപിൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ ഇതിനെടുക്കാണ് എന്ത്, സി, ഇതിന് കൊടുക്കാണ് എന്ത്, ഇതിന് കൊടുക്കാണ് ഞാൻ എന്ത്, ഡി. ഓക്കെ, ഇതിന് കൊടുക്കാണ് ഞാൻ ഡി. സോ നമ്മൾ y is equal എന്ത് വരും, a ഇൻറ്റു ബ്രാക്കറ്റ് ഇങ്ങനത്തെ തന്നെ എഴുതാണ് 2 a ഇല്ല 2 സൈൻ. ഓക്കെ, 2 സൈൻ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് ഒമേഗ. സോ മൈനസ് ഒമേഗ ടി രണ്ട് ക്യാൻസൽ ആയിപ്പോ 2 കെ എക്സ് ബൈ 2. സോ കെ എക്സ് ഓൺലി കെ എക്സ് കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി. സോ കെ എക്സ് ക്യാൻസൽ ആയിപ്പോ ഒമേഗ ടി രണ്ടും എന്തോ ആഡ് ആവും. സോ എന്ത് കിട്ടും നമുക്ക്, ഒമേഗ ടി. ഓക്കെ, സോ ലാസ്റ്റ് നമുക്ക് വേവിന്റെ ഇക്വേഷൻ കിട്ടി 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി, 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. ഇതാണ് ഒരു സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് അല്ലെ? ഇതാണ് ഒരു സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. സോ ആരെങ്കിലും ഒരു സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ നീ എന്ത് പറയും, y is equal to 2a sin kx omega, 2a sin kx cos omega അല്ലെ? 2a sin kx cos omega t. ഓക്കെ, യെസ്, നമുക്ക് എൻസിആർടിയിലേക്ക് പോകാം. യെസ്, സോ നോക്കിക്കോ, സ്റ്റാൻഡിങ് വേവ്സ് നമ്മൾ സിമ്പിൾ അതുണ്ടാവും, സിമ്പിൾ ആണ്. ഒരു വേവ് ഇങ്ങനെ എടുത്തു, ഒരു വേവ് ഇങ്ങനെ എടുത്തു, and we got the equation of standing wave is 2a sin kx cos omega t. അല്ലെ, കിട്ടിയില്ലേ? y is equal to 2a sin, ഇനി നമ്മൾ അങ്ങോട്ടുള്ള ഫുൾ കളി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്, 2a sin kx cos omega t. So this equation is very important. y is equal to 2a sin kx cos omega t. ഓക്കെ, ഇനി നമ്മൾ കാണാനുള്ള എന്താണ് നോഡ്, എന്താണ് ആന്റി നോഡ് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. സോ നമ്മുടെ മാസ്റ്റർ ഇക്വേഷൻ എന്താണ് ഇവിടെ, നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ് ഇവിടെ, y is equal to 2a sin kx cos omega t. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ലല്ലോ ഇതില്? യെസ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു, 2a sin kx cos omega t. ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ഈ വൈയിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ വൈ ഇക്വേഷനിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും എന്താ, this equation does not represent a
traveling wave. The equation does not represent a traveling wave because since it does not contain the terms like kx minus omega t or kx plus omega t. ഇങ്ങനെ ടേംസിലല്ലോ ട്രാവലിംഗ് വേവ് പറയുമ്പോൾ എന്തായിരിക്കണ്ട, ട്രാവലിംഗ് വേവ് എന്ന് പറയുമ്പോൾ തന്നെ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ കെ എക്സ് പ്ലസ് ഒമേഗ ടി വരണം. അങ്ങനെ ഒരു ടേം ഇതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദിസ് ഇക്വേഷൻ ഡസ് നോട്ട് റെപ്രസെന്റ് a traveling wave, and this equation actually represents a standing wave. അല്ലെ, standing wave, a wave in which the waveform does not move. എന്താണ് സ്റ്റാൻഡിംഗ് വേവിന്റെ ലിറ്ററൽ മീനിങ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, a wave in which the waveform does not move. A wave in which the waveform does not move on the standing wave. So this equation represents standing wave. 2a sin kx cos omega t. Okay. Yes. Simple അല്ലേ? നമ്മൾ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി നമുക്കിവിടെ മാറ്റി എഴുതാം. സ്റ്റാൻഡിംഗ് വേവ് ഇക്വേഷൻ y is equal to 2a sin kx cos omega t. So actually ഈ 2a sin kx ആണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? 2a sin kx. ഓക്കെ, നമുക്ക് അടുത്ത നോഡും ആന്റിനോഡും പഠിക്കണം. സോ നോഡും ആന്റിനോഡും നമ്മൾ വരുമ്പോ നമ്മൾ ആ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് 2a sin kx അത് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോകാം. യെസ്, ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തെ സിനാരിയോ ആംപ്ലിറ്റ്യൂഡ് 0 ആവുക. ആംപ്ലിറ്റ്യൂഡ് എന്താവുക? ആംപ്ലിറ്റ്യൂഡ് ഈസ് 0. ആംപ്ലിറ്റ്യൂഡ് ഈസ് 0. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് 0 ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? 2a sin kx ഇത് 0 ആവണം. ഇത് 0 ആവണമെങ്കിൽ sin kx എന്താവണം? 0 ആവണം അല്ലേ? സൈൻ, കാരണം എ രണ്ടിലുണ്ട്, രണ്ട് ട്രാവലിംഗ് വേവിൽ എ ഉണ്ടല്ലോ, അതൊരിക്കലും 0 ആവത്തില്ലല്ലോ. സോ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് 0 ആവണമെങ്കിൽ 2a sin kx 0 ആവണം. 2a sin kx 0 ആവണമെങ്കിൽ sin kx എന്തായിരിക്കണം? 0 ആയിരിക്കണം. എപ്പോഴാണ് sin തീറ്റ 0 ആവുന്നത്? sin kx എപ്പോഴാണ് 0 ആവുന്നത്? when kx is equal to n pi, like sin pi 0, sin 0 is 0, sin 2 pi is 0. കറക്റ്റ് അല്ലേ? for n ഇവിടെ എന്താണ് ആക്ച്വലി? for n is equal to 0, 1, 2, 3 etc. നമുക്ക് എന്ത് പറയാൻ പറ്റും? k is equal to 2 pi by lambda അറിയാലോ. k is equal to 2 pi by lambda. സോ ഇവിടെ കൊടുത്താൽ 2 pi by lambda into x is equal to n pi. pi നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാം. And we get x is equal to n lambda by 2 for n 0, 1, 2, 3. So നമുക്ക് പൊസിഷൻ കിട്ടിയില്ലേ? പൊസിഷൻ that is x is equal to n lambda by 2, that is 0 കൊടുത്താൽ 0, കറക്റ്റ് അല്ലേ? 0. 1 കൊടുത്താൽ lambda by 2, 2 കൊടുത്താൽ lambda, 3 കൊടുത്താൽ 3 lambda by 2, that is half lambda full 0, half lambda full lambda 1.5 lambda അല്ലെ? ഈ പൊസിഷൻസിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ആംപ്ലിറ്റ്യൂഡ് 0 ആണ് കിട്ടുന്നത് അല്ലെ? ആംപ്ലിറ്റ്യൂഡ് 0 അല്ലേ കിട്ടുന്നത്? സോ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് 0 കിട്ടുന്ന പോയിന്റ് നമുക്ക് വിളിക്കാം എന്ത്? നോഡ്. The positions of 0 amplitude are called node. The positions of 0 amplitude are called node. So ഒന്നാമത്തെ നോഡ് കാണുന്ന പൊസിഷൻ ഏതാണ്? 0. രണ്ടാമത്തെ നോഡ് കാണുന്നത് ലാംഡ ബൈ 2. മൂന്നാമത്തെ നോഡ് കാണുന്നത് ലാംഡ. നാലാമത്തെ നോഡ് കാണുന്നത് 3 ലാംഡ ബൈ 2. സോ രണ്ട് നോഡുകൾക്കിടയിലെ ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ ബൈ. ആൻഡ് അടുത്ത പോയിന്റ്, the distance between
the distance between two consecutive nodes is lambda by 2. The distance between two consecutive nodes is lambda by 2, and the positions of zero amplitude are called what? Node. Node in the position 0, lambda by 2, lambda 3, lambda by 2. Correct അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാമല്ലേ? 0, 0.5 lambda, lambda, 1.5 lambda, etc. Okay. So നോഡിനെ പറ്റി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്ന പൊസിഷൻസ് ആണ് നോഡ്. 0, lambda by 2, lambda 3, lambda by 2. അതിന്റെ പൊസിഷൻസും കണ്ട് അല്ലേ? അടുത്ത ആംപ്ലിറ്റ്യൂഡ് 0 എന്ന് പറഞ്ഞാൽ അടുത്ത് എന്തുണ്ട്? അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സാധനം ഉണ്ടല്ലോ. എപ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത്? യെസ്, അടുത്ത കണ്ടീഷൻ. ആംപ്ലിറ്റ്യൂഡ് ഹാസ് maximum value of 2a. അങ്ങനെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2a എപ്പോഴാണ് വരിക? നമ്മൾ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2a sin kx. സോ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എത്ര വേണ്ടത് നമുക്ക്? 2a. സോ ക്യാൻസൽ ആയി. സോ sin kx 1 ആവുന്ന കണ്ടീഷൻ. അതെപ്പോഴാണ് sin kx 1 ആവുന്ന കണ്ടീഷൻ? kx എന്താവുന്നതിന്? 2n plus 1 pi by 2. And for n is equal to 0, 1, for n is equal to 0, 1, 2, 3, etc. Correct അല്ലേ? kx is equal to 2n plus 1 pi by 2. നമുക്കറിയാം n-ന് 0 കൊടുക്ക്, sin pi by 2 1. n-ന് 1 കൊടുക്ക്, sin 3 pi by 2 again 1. n-ന് 2 കൊടുക്ക്, 5 pi by 2 again 1. കറക്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? കേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. കേക്ക് 2 pi by lambda കൊടുക്കാം. 2 pi by lambda into x is equal to 2n plus 1 into pi by 2. pi നമ്മൾ ക്യാൻസൽ ചെയ്ത് നമുക്ക് x പൊസിഷൻസ് കിട്ടും. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന പൊസിഷൻസ് കിട്ടും. ദാറ്റ് ഈസ് 2n plus 1 into lambda by 4. For n is equal to 0, 1, 2, 3. n നമ്മൾ രണ്ട് കേസിലും 0 എന്നാണ് സെറ്റ് ചെയ്തത്. 0, 1, 2, 3. കൺഫ്യൂഷൻ ചെയ്യാൻ. ഓക്കെ, യെസ്. സോ നോഡിന്റെ പൊസിഷൻ എന്തായിരുന്നു? x is equal to n lambda by 2. x is equal to n lambda by 2 ആണ് എന്തിന്റെ പൊസിഷൻ? നോഡിന്റെ പൊസിഷൻ. അതുപോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ പൊസിഷൻ 2n plus 1 lambda by 4. And the positions of maximum amplitude, the positions of maximum amplitude are called antinode. The positions of maximum amplitude are called antinode. So antinode-ന്റെ പൊസിഷൻ നമുക്ക് കാണാലോ. ഇക്വേഷൻ എന്താണ്? നോഡ് n lambda by 2, ആന്റിനോഡ് 2n plus 1 lambda by 4. സോ n-ന് 0 കൊടുത്തോ, നമുക്ക് ആദ്യം കിട്ടും. 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? lambda by 4. കറക്റ്റ് അല്ലേ? n-ന് 1 കൊടുത്തോ എന്ത് കിട്ടും നമുക്ക്? 3 lambda by 4. n-ന് 2 കൊടുത്തോ എന്ത് കിട്ടും നമുക്ക്? 5 lambda by 4. ആക്ച്വലി lambda by 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.25 lambda. 3 by 4 0.75 lambda, and 5 by 4 1.25 lambda, etc. So again, distance between two antinode എന്ത് വന്നു? Yes, distance between two antinode. Distance between two antinode എന്ത് again എന്ത് വന്നു നമുക്ക്? lambda by 2. Okay, yes. So ഇവിടെ നമുക്ക് ഇനി ആദ്യം സൂം ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഒരു പേജും കൂടി എടുക്കുക. ഓക്കെ, നമ്മൾ എന്ത് കണ്ടു? നോഡും കണ്ടു, പിന്നെ എന്തും കണ്ടു? നമ്മള് ആന്റി നോഡും കണ്ടു. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ്. ആന്റി നോഡ് എന്താണ്?
positions of maximum amplitude. Positions of maximum amplitude. നോഡിന്റെ പൊസിഷൻ എന്താണ്? x is equal to n lambda by 2. x is equal to n lambda by 2. സ്റ്റാൻഡിങ് വേവ് എവിടെ? സ്റ്റാൻഡിങ് വേവ് റിഫ്ലക്ഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി വെക്കാം. ആദ്യം നമ്മൾ എന്താണ്? വേവിന്റെ ഇക്വേഷൻ ആണ് സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ. y is equal to 2a sin kx cos omega t. കറക്റ്റ് അല്ലേ? ഇതില് ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 2a sin kx അല്ലേ? നമ്മൾ പിന്നെ നോഡും കണ്ടു, ആന്റി നോഡും കണ്ടു. നോഡ് എന്ന് പറഞ്ഞാൽ 0 ആംപ്ലിറ്റ്യൂഡ്, ആന്റിനോഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നോഡിന്റെ പൊസിഷൻ നമ്മൾ കണ്ടു n ലാംഡ ബൈ 2, ദാറ്റ് ഈസ് 0 ലാംഡ ബൈ 2 ലാംഡ 3 ലാംഡ ബൈ 2. ആന്റിനോഡിന്റെ പൊസിഷൻ വരുന്നത് 2n പ്ലസ് 1 ലാംഡ ബൈ 4 അല്ലേ? ഇനി രണ്ട് കേസിലും n is 0, 1, 2, 3 എക്സെട്ര. കറക്റ്റ് അല്ലേ? ലാംഡ ബൈ 2 നോഡ്, ആന്റിനോഡ് 2n പ്ലസ് 1 ലാംഡ ബൈ 4. സോ നമ്മൾ നോഡും കണ്ടു, പിന്നെ എന്തും കണ്ടു? ആന്റിനോഡും കണ്ടു. ഈസി അല്ലേ? സോ എൻസിആർടിയിൽ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്ത നമ്മൾ കാണാനുള്ളത്, സോ നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡിങ് വേവ് കണ്ടു. നമുക്ക് അടുത്ത സ്റ്റാൻഡിങ് വേവ് എവിടെ കാണണം? സ്റ്റാൻഡിങ് വേവ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. സ്റ്റാൻഡിങ് വേവ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എന്ത്? സ്റ്റാൻഡിങ് വേവ്. നമ്മളിപ്പോ സ്റ്റാൻഡിങ് വേവിന് ജനറലൈസ് കണ്ടു, ജനറൽ ഇക്വേഷൻ കണ്ടു 2a sin kx cos omega t. ദെൻ നോഡ് കണ്ടു, ആന്റിനോഡ് പറഞ്ഞു നോഡ് ഈസ് n ലാംഡ ബൈ 2, ആന്റിനോഡ് 2n പ്ലസ് 1 ലാംഡ ബൈ 4. ഇനി അടുത്ത നമ്മൾ പറയേണ്ടത് എന്താണ്? ഒരു സിനാരിയോയിലേക്ക് പോവാണ്. സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. അതാണ് നമ്മൾ ആദ്യം നോക്കാനുള്ളത്. എന്ത്? സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഓക്കെ, സോ സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ് എൻസിആർടിയിൽ നല്ലൊരു ഫിഗർ ഉണ്ട്. യെസ്, ഇതാണ് എന്താ? സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ ഇതിൽ നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് സിമ്പിളി നമുക്ക് പറയാൻ പറ്റും. സോ സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ്, രണ്ട് എൻഡും എന്താണ്? ഫിക്സ്ഡ് ആണ് അല്ലേ? സോ ഇവിടെ ഈ രണ്ട് ഫിക്സ്ഡ് എൻഡിലും എന്താണ് ഫോം ചെയ്യുന്നത്? 0 ആംപ്ലിറ്റ്യൂഡ്. രണ്ട് ഫിക്സ്ഡ് എൻഡിലും ഫോം ചെയ്യുന്നത് എന്താണ്? നോഡ് അല്ലെ? പിന്നെ ഇവിടെ എന്ത്? ആന്റിനോഡ് അല്ലെ? അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ എന്താണ്? ഫസ്റ്റ് ഹാർമോണിക് എന്താണ്? സെക്കൻഡ് ഹാർമോണിക് എന്താണ്? തേർഡ് ഹാർമോണിക് എന്താണ്? എന്താണ്? ഓവർടോൺ. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, സോ നമുക്ക് സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാം? സപ്പോർട്ട് ചെയ്യാം. സോ കൺസിഡർ a string. Consider a string stretched. Consider a string stretched between two rigid support. റിജിഡ് സപ്പോർട്ടിൽ എന്താണ്? സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബിറ്റ്വീൻ ടു റിജിഡ് സപ്പോർട്ട്. ഓക്കെ, യെസ്. സോ ഇതിന്റെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്തായിരിക്കും? സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കിക്കോ. നമുക്ക് പിക്ചർ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആണ്. എന്ത്? ഇവിടെ നോക്ക്, ഇത് സ്ട്രിങ്ങിന്റെ ലെങ്ത് സപ്പോസ് L ആണെങ്കിൽ, സ്ട്രിങ്ങിന്റെ ലെങ്ത് സപ്പോസ് L ആണെങ്കിൽ കണ്ട, രണ്ട് നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെങ്ത് L വരുന്നത് ഒന്നാമത്തെ കേസിൽ, അതായത് ഫണ്ടമെന്റൽ, അതായത് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ വരുന്നത്. ദാറ്റ് ഈസ് രണ്ട് നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ലാംഡ ബൈ 2. നമുക്ക് L ഈസ് ഈക്വൽ ടു എഴുതാം, L ഈസ് ഈക്വൽ ടു ലാംഡ 1 ബൈ 2. കാരണം ഒന്നാമത്തെ കേസിൽ ലാംഡ 1 ആണ് എന്ത്? വേവ് ലെങ്ത്, ലാംഡ 1 ബൈ 2. സോ നമുക്ക് ഇനി എന്താ പറയാ? എനിക്ക് ലാംഡ 1 ഈസ് ഈക്വൽ ടു 2L. ഫ്രീക്വൻസി എന്തായിരിക്കും? F1 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ ഈസ് വേവ് സ്പീഡ്. സോ ഫ്രീക്വൻസി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേവിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലാംഡ 1, ദാറ്റ് ഈസ് V divided by 2L. This frequency, that is F1 is equal to V divided by 2L. ഈ ഫ്രീക്വൻസി നമുക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഫ്രീക്വൻസി നമുക്ക് വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി.
fundamental frequency or first harmonic. Fundamental frequency or first harmonic. നമുക്കറിയാം സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രക്ചർഡ് സ്ട്രിംഗ് എന്താണ് ഇക്വേഷൻ? നമ്മൾ ഇന്നലെ കണ്ടാണ് √T/μ. സോ ആ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കൂടി വരും, √T/μ into 1/2. This is the fundamental frequency or first harmonic. അതാണ് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. രണ്ടാമത്തെ നോക്ക്, രണ്ടാമത്തെ എന്താണ്? സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. രണ്ടാമത്തെ എന്താണെന്ന് കാണാനുള്ളത് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. രണ്ടാമത് നമുക്ക് കാണാനുള്ളത് എന്താണ്? സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് വേവിന് അല്ലെ അതിന്റെ സ്റ്റാൻഡിങ്ങിന് ശേഷം സെഷൻസിൽ വരും. ഓക്കെ, സോ അടുത്ത നമ്മൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ കണ്ടു, അടുത്ത സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനിൽ പോകണം. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കി, ഇതാണ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. രണ്ടാമത്തെ പിക്ചർ ഇവിടെ കണ്ട, ഇവിടെ സപ്പോർട്ടിനടക്ക് ഒരു ഫുൾ വേവ് ഫോം ചെയ്തു, അല്ലെ? ഒരു ഫുൾ വേവ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സിമ്പിൾ എന്ത് പറയാം, ഇവിടെ വേവ് ലെങ്ത് λ2 എന്താണ്? ഫുൾ വേവ് ആണ്. സോ λ2 = L അങ്ങനെ പറയാം. എനിക്ക് പറഞ്ഞൂടെ? സോ ഫ്രീക്വൻസി f2 will be how much? Frequency is equal to v/λ2. So you can write v/L. Correct അല്ലേ? v/L. കറക്റ്റ് അല്ലേ? എനിക്ക് സോ ഈ ഫ്രീക്വൻസി f2ന് v/L പകരം 2 × v/12 എന്ന് എഴുതിക്കൂടെ? എന്താണ് v/12? v/12 ആയിരുന്നു എന്ത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് f1. So f2 is equal to 2f1, and this frequency f2 is known as second harmonic or first overtone. ഓവർടോൺ എന്ന് വെച്ചാൽ ഹാർമോണിക് ഒന്ന് കുറച്ചാൽ മതി. സെക്കൻഡ് ഹാർമോണിക് ആണ് ഫസ്റ്റ് ഓവർടോൺ, തേർഡ് ഹാർമോണിക് ആയിരിക്കും സെക്കൻഡ് ഓവർടോൺ. ഓക്കെ, സിമ്പിൾ. അടുത്ത മൂന്നാമത്തെ കേസ് എന്താണ്? തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കിക്കോ. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. മൂന്നാമത്തെ വൈബ്രേഷന്റെ മോഡ് നോക്ക്, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, നമുക്ക് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്ത്? തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്ക്, പിക്ചറിൽ നോക്ക്. ഇവിടെ കണ്ടോ? തേർഡ് മോഡ് ഓഫ്, ദാറ്റ് ഈസ് തേർഡ് ഹാർമോണിക് നമുക്ക് പോകുമ്പോൾ, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നമുക്ക് പോകുമ്പോൾ കണ്ട ഇവിടം വരെ ലെങ്ത് ആണ് എൻഡ്. അതിനിടക്ക് എത്ര ലാംഡ വരുന്നുണ്ട്? 1.5 ലാംഡ വരുന്നില്ല. കാരണം ഇതൊരു ലാംഡ, ഇത് 0.5 ലാംഡ. കറക്റ്റ് അല്ലേ? സോ 1.5 ലാംഡ മീൻസ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? 1.5 ലാംഡ, ദാറ്റ് ഈസ് 3/2 λ3 is equal to L. കറക്റ്റ് അല്ലേ? സോ λ3 is equal to 2L/3. കറക്റ്റ് അല്ലേ? സോ ഫ്രീക്വൻസി f3 is equal to, I can write v/3/12, that is 3v/12. കറക്റ്റ് അല്ലേ? പിന്നെ എനിക്ക് 3 × v/12 എഴുതിക്കൂടെ? what is v/12? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി or first harmonic, that is 3f1, and this f3 is known as third harmonic. This f3 is known as third harmonic or second overtone. സോ ഒരു കാര്യം നമുക്ക് ഇതിൽ വ്യക്തമായി എന്ത്? in a stretched string all harmonics are present. In a stretched string all harmonics are present. All harmonics are present means first harmonic present ആണ്, second harmonic present ആണ്, third harmonic present ആണ്. ഓക്കെ, ഇനി ആ ഒരു ഫ്രീക്വൻസീസ് തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? പറയാൻ പറ്റൂടാ, is equal to 3:2:1. സിമ്പിൾ. യെസ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ എന്ത് കണ്ടു? ഫസ്റ്റ് മോഡ് ഓഫ്. ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്യുന്നത് NCERT-ലും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. യെസ്, ബേസിക്കലി പറയുകയാണെങ്കിൽ ഫ്രീക്വൻസീസ്, ഹാർമോണിക് ഫ്രീക്വൻസീസ് എന്താണ് വരുന്നത്? NV/12. NV/12 അല്ലെ? NV/12 ആണ് വരുന്നത്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? NVL/12. NVL/12. n-ന് 0 കൊടുത്താൽ എന്ത് കിട്ടും? n-ന് 0 കൊടുത്താൽ
ഇതിന് 1 കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2L ആണ്. ഇതിന് 1, 2, 3 കൊടുക്കേണ്ടത്. ഇനി ഇതിന് 2 കൊടുത്താൽ V/L, ഇതിന് 3 കൊടുത്താൽ 3/2. കറക്റ്റ് അല്ലേ? ഫണ്ടമെന്റൽ ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്. We have thus obtained the natural frequencies. Yes. Lowest possible natural frequency of a system is called fundamental mode, or the first harmonic. For the structured string fixed at either n is going to be V/2L, corresponding to n is equal to 1. Correct? And here V is the speed of wave determined by the properties of medium. That is, V is equal to root of T upon mu, where T is tension in the string and mu is linear mass density of the string wire. The n is equal to 2 frequency is called the second harmonic, and n is equal to 3 is the third harmonic, and so on. Correct അല്ലേ? നമ്മൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? 4th, 6th വരെ പോകുന്നുണ്ട്. നമുക്ക് ഓരോന്നും ജസ്റ്റ് നമുക്ക് സിമ്പിളി നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലെ. ഇനി നാലാമത്തെ 4th ഹാർമോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? V/12 into 4 ആയിരിക്കും നമ്മളെ 4th ഹാർമോണിക് ഫ്രീക്വൻസി. V/12 into 4. കാരണം NV/12 ആണ് ജനറൽ വരുന്നത്. N into V/12. കറക്റ്റ് അല്ലേ? N is equal to 1, 2, 3, 4. F4 വരും. നമുക്കിനി റിവേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. റിവേഴ്സ് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റിവേഴ്സ് ആയിട്ട് നമ്മൾ പോകണമെങ്കിൽ നാലാമത്തെ നമുക്ക് എന്ത് കിട്ടി? F4 is equal to V/12 into 4. കറക്റ്റ് അല്ലേ? എനിക്കിനി ഫ്രീക്വൻസിനെ എങ്ങനെ ഞാൻ ഫ്രീക്വൻസി into lambda is equal to wave velocity. So frequency is equal to wave velocity by lambda. So wave velocity by lambda 4 equal to V/12 into 4. VV കട്ടായി. സോ lambda 4 എന്താണ് വരുന്നത്? lambda 4 വരുന്നത് എന്താണ്? lambda 4 എന്താണ് വരുന്നത്? നോക്ക്, 2/L. lambda 4 എന്താണ് വരുന്നത്? 2L. lambda 4 എന്താണ് വരുന്നത്? lambda 4 turns out as lambda 4 into 4 is equal to 12, or lambda 4 is equal to L upon 2. ഇവിടെ നോക്കിക്കോ, 4th ഹാർമോണിക്കില് L എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ലാംഡ അല്ലേ? L is actually 2 ലാംഡ. കറക്റ്റ് അല്ലേ? L 2 ലാംഡ 4. കറക്റ്റ് അല്ലേ? യെസ്. ഇനി 5th ഹാർമോണിക്കിൽ എന്തായിരിക്കും? 5th ഹാർമോണിക്കില് ഫ്രീക്വൻസി വരുന്നത് F5 is equal to 5V/12. 5V/12. കറക്റ്റ് അല്ലേ? 5V/12. F5 is equal to 5V/12. So എനിക്ക് ഇങ്ങനെ കൂടെ V/λ5 equal to 5V/12. VV കട്ടായി 5 into λ5 is equal to 12, or λ5 is equal to 2/5L, or L is equal to 5/2 λ5, or L is equal to 2.5 λ5. 2.5 കാണും. നോക്കിക്കോ, കാണാൻ പറ്റും. 5th ഹാർമോണിക്കിൽ നോക്ക്, 1, 2 പിന്നെ ഒരു ഹാഫ്, ദാറ്റ് ഈസ് 2.5. സിമ്പിൾ. 6th ഹാർമോണിക്കിൽ നമുക്ക് സിമിലർലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 6th ഹാർമോണിക്കിൽ ഫ്രീക്വൻസി എന്ന് വരുന്നത് 6 into V/12. കറക്റ്റ് അല്ലേ? നമുക്ക് V/λ6 into 6 V/12 എന്ന് എഴുതാം. VV കട്ടായി. λ6 into 6 is equal to 12, or λ6 is equal to 2L/3. കറക്റ്റ് അല്ലേ? L/3 എന്ന് വരും. or L is equal to 3 λ6. 3 λ വരും. L 3 λ വരും. നോക്കിക്കോ, 1 λ, 2 λ, 3 λ. സോ 3 λ6. കറക്റ്റ്. 6th ഹാർമോണിക്. സോ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അതിലുള്ള സ്റ്റാൻഡിങ് വേവിൽ എല്ലാ ഹാർമോണിക്കും കാണും. ആൻഡ് n is equal to 1, that is V/12 is known as fundamental mode or first harmonic. സോ ബാക്കി നമുക്ക് ടൈമില്ല. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. യെസ്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഡോപ്ലർ ഇഫക്റ്റ് കാണാം. സിമ്പിൾ ആണ്. പിന്നെ നമുക്ക് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പിലുള്ള സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ നോക്കാനുള്ള സിമ്പിൾ ആണ്. ഡോപ്ലർ ഇഫക്റ്റും വളരെ സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ കയ്യിൽ മാസ്റ്റർ ഇക്വേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സിനെ പറ്റി കുറച്ച് കാണാനുണ്ട്. സോ ദാറ്റ്സ് ഓൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൊല്യൂഷൻസ്, എക്സസൈസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര ചോദ്യം ഉണ്ട് ഇതില്. 14, 15, 20. ഇത് കുറെ ഉണ്ടല്ലോ. 21, 24, 25, 26. ഫൈൻ, വി വിൽ കംപ്ലീറ്റ്. ഓക്കെ, ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, സോ
Thank you, everyone.